യുവാവ് എന്നും പണ്ഡിതന്റെ അടുത്തെത്തി ഏതെങ്കിലും വിഷയത്തിൽ തർക്കിക്കും. ഒരു ദിവസം അയാൾ ചോദിച്ചു, വെണ്ണ പുരട്ടിയ റൊട്ടി ആകാശത്തേക്കെറിഞ്ഞാൽ എന്തുകൊണ്ടാണ് വെണ്ണ പുരണ്ട വശം തന്നെ മണ്ണിൽ വീഴുന്നത്? പണ്ഡിതൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം ഒരു കഷണം റൊട്ടിയിൽ വെണ്ണ പുരട്ടി മുകളിലേക്കെറിഞ്ഞു. വെണ്ണയില്ലാത്ത വശമാണ് നിലം തൊട്ടത്. യുവാവ് പറഞ്ഞു, ഇത് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്. താങ്കൾ തെറ്റായ വശത്താണ് വെണ്ണ പുരട്ടിയത്. അന്ധവിശ്വാസം ആത്മവിശ്വാസമായി കൊണ്ടു നടക്കുന്നവർക്ക് അനർത്ഥങ്ങളാകും നിത്യതോഴർ. ഒരടിസ്ഥാനവുമില്ലാത്ത ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങൾ എല്ലാവരും ചുമക്കുന്നുണ്ട്. എന്നെങ്കിലുമുണ്ടായ ഏതെങ്കിലും അനുഭവത്തിൻ്റെയോ ആരെങ്കിലും പറഞ്ഞുകൊടുത്ത പാഠത്തിൻ്റെയോ പിൻബലം അവയ്ക്കുണ്ടായിരിക്കാം. എന്തെങ്കിലും അബദ്ധധാരണകൾ ഉള്ളിൽ കടന്നുകൂടിയാൽ പിന്നെ അവയെ സാധൂകരിക്കാനുള്ള ന്യായങ്ങൾ അവർ സ്വയം സൃഷ്ടിക്കും. പലർ സ്വീകരിച്ചാൽ അവ പൊതുധാരണകളായി ക്രമേണ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ അനുഭവിച്ചതുകൊണ്ടോ ഒരു കാര്യവും യാഥാർത്ഥ്യമാകണമെന്നില്ല. ആ സാഹചര്യത്തിൻ്റെയോ അതിൽ ഉൾപ്പെട്ടയാളിൻ്റെയോ മാനസിക നിലയുടെയോ സ്വാധീനം അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകും. എന്തിനേയും പൊതുബോധത്തിലേക്ക് വിതറുന്നതിന് മുമ്പ് ചില ആലോചനകൾ നല്ലതാണ്. പറയുന്നത് അഭിപ്രായങ്ങളാണോ, യാഥാർത്ഥ്യങ്ങളാണോ, അവ തോന്നലുകളിൽ നിന്ന് ഉടലെടുത്തതാണോ, പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞതാണോ, അവയ്ക്ക് അബദ്ധ സ്വഭാവമുണ്ടോ, സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ? ഇത്തരം വിചിന്തനങ്ങളിൽ സഞ്ചരിക്കാത്തവരെല്ലാം തങ്ങളുടെ വാദമുഖങ്ങൾ മാത്രം വിശ്വസിക്കും. എത്ര ആധികാരികമായി അവ പുറന്തള്ളപ്പെട്ടാലും അവർ അതിനെ മുറുകെ പിടിക്കും. കാര്യങ്ങളുടെ നിജസ്ഥിതിയേക്കാൾ തങ്ങളുടെ കാഴ്ചപ്പാടാണ് അവരുടെ പ്രശ്നം. കുതിരയ്ക്ക് കൊമ്പുണ്ടെന്നോ മഴവില്ലിൻ്റെ നിറം കറുത്തതാണെന്നോ ഉള്ള വാദങ്ങളൊക്കെ അവർ പറഞ്ഞാൽ മറ്റുള്ളവർ തിരുത്തേണ്ടി വരും. തെറ്റു പറയുന്നതിനേക്കാൾ അപകടകരമാണ് തെറ്റ് പ്രചരിപ്പിക്കുന്നത്.